വളക്കയിൽ ഒരു വിദ്യാർത്ഥിനിയുടെ മരണത്തിന് ഇടയാക്കിയ സ്കൂൾ ബസ് അപകടത്തിന് കാരണം ഡ്രൈവറുടെ അശ്രദ്ധയെന്ന് MVD ഉദ്യോഗസ്ഥൻ റിയാസ്. വാഹനത്തിൽ യന്ത്രത്തകരാർ ഒന്നും കണ്ടെത്താനായിട്ടില്ലെന്നും മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കി. അതേസമയം ബസ്സിന് രേഖാപരമായി ഫിറ്റ്നസ് ഇല്ല എന്നത് കണ്ടെത്തിയിട്ടുണ്ട്. അപകട കാരണം ഡ്രൈവറുടെ അശ്രദ്ധയാണെന്നാണ് പ്രാഥമിക നിഗമനം. ഫോൺ ഉപയോഗിച്ചതിനാൽ ശ്രദ്ധ പാളിയതാകാൻ സാധ്യതയുണ്ടെന്നും MVI ഉദ്യോഗസ്ഥൻ റിയാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. അശാസ്ത്രീയമായി നിർമ്മിച്ച റോഡും അപകട കാരണമായെന്ന് നിഗമനം. അതേസമയം സ്കൂൾ ബസ് അപകടത്തിൽ ആക്ഷേപം സർക്കാരിലേക്ക് നീങ്ങുകയാണ്. ഫിറ്റ്നസ് അവസാനിച്ച സ്കൂൾ ബസ്സുകൾക്ക് ഗതാഗത കമ്മീഷണർ ചട്ടവിരുദ്ധമായി കാലാവധി നീട്ടി നൽകി. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി. വാഹനങ്ങളുടെ ഫിറ്റ്നസ് നീട്ടി നൽകാൻ കേന്ദ്ര സർക്കാരിന് മാത്രമാണ് അധികാരം. സ്കൂൾ ബസ്സിന് ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ല എന്നും ഡിസംബറിൽ തീർന്നതാണെന്നുമാണ് ഡ്രൈവർ നിസാം ഇന്നലെ പറഞ്ഞിരുന്നത്. അപകടത്തിൽ മരിച്ച 5ാം ക്ലാസ് വിദ്യാർത്ഥിനി നേധ്യയുടെ സംസ്കാരം ഇന്ന് നടക്കും. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നേധ്യ പഠിച്ച കുറുമാത്തൂർ ചിന്മയ UP സ്കൂളിൽ പൊതുദർശനമുണ്ടാകും. അപകടത്തിൽ പരിക്കേറ്റ 18 കുട്ടികളിൽ ഭൂരിഭാഗം പേരും ആശുപത്രി വിട്ടു. ആയ സുലോചനയും തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇറക്കത്തിൽ ബസിന്റെ നിയന്ത്രണം നഷ്ടമായതാണ് മറിയാൻ കാരണമെന്നാണ് ഡ്രൈവറുടെ മൊഴി. അപകടത്തിൽ കാലിന് പരിക്കേറ്റ ഡ്രൈവർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അപകടത്തിന്റെ കാരണം ഉൾപ്പെടെ വെളിപ്പെടുത്തിയത്. പതുക്കെയായിരുന്നു ഇറങ്ങിയിരുന്നത്. സെക്കൻഡ് ഗിയറിൽ പതുക്കെ ഇറങ്ങുന്നതിനിടെ ബ്രേക്ക് പോയി. ഇറക്കത്തിലെ വളവിൽ വെച്ചാണ് പെട്ടെന്ന് ബ്രേക്ക് പോയത്. ഹൈ ഗിയറിലിട്ട് വാഹനം പതുക്കെയാക്കാൻ ശ്രമിച്ചെങ്കിലും നിയന്ത്രണം നഷ്ടമായി. പിന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മുന്നിൽ ഒരു ഭാഗത്ത് കടയുണ്ടായിരുന്നു. നിയന്ത്രണം വിട്ടതോടെ ബസ് അരികിലേക്ക് നീങ്ങി വലതുവശത്തേക്ക് കുഴിയിലേക്ക് മറിഞ്ഞതോടെ പലതവണ മലക്കം മറിയുകയായിരുന്നുവെന്ന് ഒരു കുട്ടി ബസ്സിൽ നിന്ന് തെറിച്ചു വീണുവെന്ന് പിന്നീടാണ് അറിഞ്ഞതെന്നും ഡ്രൈവർ പ്രതികരിച്ചു. എന്തായാലും ആ രംഗം പുറത്തു വന്നപ്പോൾ തന്നെ ആ ഒരു അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഈ ഒരു ബസ്സിന് ഫിറ്റ്നസ് നൽകിയത് തന്നെ സംബന്ധിച്ച അന്വേഷണം നടക്കുകയാണ്. വലിയ ഒരു അപകടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്.